ധർമ്മദേവൻ എന്ന് പറഞ്ഞാൽ ദണ്ഡനീതി നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. സത്യവതി പറഞ്ഞു ആരോട്, ഭീഷ്മരോട്, ഇനിയിപ്പം നീയല്ലാതെ പോലെ ആരുമില്ല, നീ രാജ്യം ഭരിക്കാൻ പറഞ്ഞു. ഭീഷ്മർ പറഞ്ഞു, ഞാൻ ഒരിക്കൽ ത്യജിച്ചതാണ്, ഞാൻ ഇനി രാജ്യം എടുക്കില്ല എന്ന് പറഞ്ഞു. ഈ അധർമ്മം കുരുവംശത്തിൻ്റെ സർവനാശത്തിലെത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിന്നൽ പിണറ് പോലെ ആ സഭ വിട്ടിറങ്ങിപ്പോയത് വിതുരനാണ്. മഹാഭാരതത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നാണ് ധൃതരാഷ്ട്രരുടെ സഹോദരനായിട്ടുള്ള വിതുരർ. ഇങ്ങനെ പറഞ്ഞാലും തീരില്ല, സത്യത്തിൽ ആരാണ്, എന്താണ് വിതുരർ? വിതുരൻ എന്ന് ആരും ഉപയോഗിക്കാറില്ല. പൂജക ബഹുവചനത്തിലാണ് അദ്ദേഹത്തെ വിതുരർ എന്നേ പറയാറുള്ളൂ. അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ധർമ്മദേവൻ്റെ അംശാവതാരമാണ് എന്നാണ് ഒരു വിശ്വാസം. പക്ഷേ അതെന്തായാലും ധർമ്മം സൂക്ഷ്മത്തിൽ വിശകലനം ചെയ്യാനും ആ ധർമ്മം എങ്ങനെയാണ് പ്രതിഭാസിക്കേണ്ടത് എന്ന് നിർദ്ദേശിക്കാനും കെൽപ്പുണ്ടായിരുന്ന ഒരാളാണ് ഈ വിതുരൻ. വിതുരൻ്റെ പൂർവജന്മത്തെക്കുറിച്ചൊരു പരാമർശമുണ്ട് മഹാഭാരത ആദിപർവത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ, മാണ്ഡവ്യൻ എന്ന പേരിൽ ഒരു മുനി ഋഷി തപസ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കള്ളന്മാരെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് സ്വർണം കട്ടിട്ട് ഓടേണ് പോലീസുകാർ പുറകെ. രാജകിങ്കരന്മാരെന്നാണ് ഉപയോഗിച്ചേക്കണ, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ പോലീസുകാർ. അപ്പോൾ ഇങ്ങനെ ഓടി പിടിക്കുന്നൊരു ഘട്ടം വന്ന സമയത്ത് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ മാണ്ഡവ്യൻ എന്ന് പറഞ്ഞ ഋഷി നിമഗ്നനായി നിന്നുകൊണ്ട് തപസ് ചെയ്യുകയായിരുന്നു. അയാളുടെ കാൽ കീഴിൽ കൊണ്ട് ഈ സ്വർണം വെച്ചിട്ട് ഇവർ പോയി. പോലീസുകാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും കള്ളനെയും പിടിച്ച് മാണ്ഡവ്യനെയും പിടിച്ച്. കാരണം പ്രൊസീഡ്സ് ഓഫ് ക്രൈം ഇരിക്കുന്നത് മാണ്ഡവ്യൻ്റെ കയ്യിലാണ്. കട്ടത് അവരായിരിക്കാം, പക്ഷേ കളവ് മുതലിരിക്കുന്നത് മാണ്ഡവ്യൻ്റെ അടുത്താണ്. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് ഇന്നപ്പോൾ രാജാവ് ശിക്ഷിച്ചു. സ്വാഭാവികമായിട്ടും ശിക്ഷിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാത്തിനെയും ശൂലത്തിൽ കയറ്റിയാണ് ചെയ്തത്. രണ്ട് കള്ളന്മാരും മരിച്ചു, പക്ഷേ മുനി മരിച്ചില്ല. അവസാനം ശൂലം വെട്ടിമാറ്റി മുനിയെ രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോഴേക്കും ഈ ധർമ്മദേവൻ എന്ന് പറഞ്ഞാൽ ദണ്ഡനീതി നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. ശിക്ഷയുണ്ടല്ല, ജയിൽ ശിക്ഷ, വധശിക്ഷ, തല്ല്, അടി, ഇടി, ഇതൊക്കെ നടപ്പിലാക്കാൻ, ഓരോ കുറ്റത്തിൻ്റെയും നടപ്പിലാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. മാണ്ഡവ്യൻ ഇയാളെ ചെന്ന് കണ്ടേച്ചും പറഞ്ഞു, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ അത് എടുത്തിട്ടില്ലല്ലോ, പിന്നെ എന്നെ എന്തിനാണ് അകാരണമായിട്ട് എന്നെ എന്തിന് ശിക്ഷിച്ചു? അപ്പോൾ പറഞ്ഞു, നീ കുട്ടിയായിരിക്കുന്ന സമയത്ത് കുറേ ഈച്ചകളാണ് ഈർക്കിലിൽ കോർത്ത് വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ശിക്ഷയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ചെയ്യുന്ന കുറ്റങ്ങൾക്ക് ശിക്ഷയില്ലല്ലോ, കാരണം അവർ കുട്ടികളല്ലേ, അവർക്ക് നിശ്ചയമില്ലാണ്ട് ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ധർമ്മദേവന ഇയാൾ ശപിച്ചു. മാണ്ഡവ്യൻ എന്താ പറഞ്ഞെന്നറിയാമോ? നീ ഭൂമിയിൽ പോയി ശൂദ്രയോനിയിൽ ജനിക്കുക. അങ്ങനെ ജനിച്ചു വന്ന ആളാണ് വിതുരർ എന്നാണ് വിശ്വാസം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിചിത്രവീര്യൻ, ശാന്തനുവിൻ്റെ മക്കളാണല്ലോ വിചിത്രവീര്യനും ചിത്രാംഗതൻ എന്ന് പേരായിട്ടുള്ള മകൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇവൻ ഭയങ്കര ദ്വന്ദ്വ യുദ്ധത്തിൽ തൽപരനായിരുന്നു. അപ്പോൾ ചിത്രാംഗതൻ എന്ന് പേരായ ഒരു ഗന്ധർവൻ വന്നു കഴിഞ്ഞപ്പോൾ അവനോട് ദ്വന്ദ്വയുദ്ധം ചെയ്ത് അവൻ മരിച്ചുപോയി. പിന്നെ അവശേഷിച്ചിരിക്കുന്ന ആരാണ്? അവശേഷിച്ചിരിക്കുന്നത് വിചിത്രവീര്യനാണ്. അതാണ് വൈചിത്രവീര്യൻ എന്ന് ഇവരെ വിശേഷിപ്പിക്കാൻ കാരണം. വിചിത്രവീര്യൻ്റെ മക്കളാണ്. അപ്പോൾ വിചിത്രവീര്യൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, രാജയോഷ്മാവ് വന്ന് ക്ഷയം വന്ന് മരിച്ചു. അപ്പോൾ കുട്ടികളില്ല, രാജ്യം ഭരിക്കാനില്ല. സത്യവതിക്കാണ് ഇതിനകത്ത്, കാരണം രാജ്യഭാരം നിർവഹിക്കണം. സത്യവതി അതിനകത്ത് ബാധ്യസ്ഥനാണ്. സത്യവതി പറഞ്ഞു ആരോട്,
ഭീഷ്മരോട് ഇനിയിപ്പോൾ നീയല്ലാതെ പോലെ ആരുമില്ല, നീ രാജ്യം ഭരിക്കാൻ പറഞ്ഞു. ഭീഷ്മർ പറഞ്ഞു ഞാൻ ഒരിക്കൽ ത്യജിച്ചതാണ്, ഞാൻ ഇനി രാജ്യം എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും വ്യാസനാണ് സത്യവതിയുടെ മൂത്ത മകൻ. അപ്പോൾ വ്യാസൻ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഇത് വേണം. അപ്പോൾ അമ്പയും ഉണ്ട് അമ്പാലികയും ഉണ്ട്, 2 ഭാര്യമാരാണുള്ളത്. അപ്പോൾ ഇവരോട് പറഞ്ഞ് അവർ വ്രതം നോക്കണം, പിന്നെ എൻ്റെ വൈകൃതങ്ങൾ അവർ സഹിക്കുകയും വേണം. അപ്പോൾ ഈ മുനിയെ കണ്ടപ്പോൾ ആ മുനിയുടെ വൈകൃതത്തിൽ മാത്രം കണ്ടിട്ട് ഇവർ കണ്ണ് പൊത്തിക്കളഞ്ഞ്. അങ്ങനെയാണ് അന്ധനായ ധൃതരാഷ്ട്രർ വന്നത്. അന്ധൻ രാജ്യം ഭരിക്കാൻ യോഗ്യനല്ല, അന്ധൻ അതിന് കഴിയില്ല. അപ്പോൾ രണ്ടാമത് പോയപ്പോഴേക്കുമാണ് പാണ്ഡു ജനിക്കുന്നത്. അങ്ങനെയാണ് പാണ്ഡു ആകുന്നത്. മൂന്നാമത് ചെന്ന് കഴിഞ്ഞ സമയത്ത് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇവർ 2 പേരും കൂടി ഇവരുടെ ഒരു അമ്പാലിക എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു എയ്ഡിനെ സഹായിയായ ശൂദ്ര സ്ത്രീയെ വിട്ടു. അതിലുണ്ടായ മകനാണ് വിതുരർ. അപ്പോൾ വിതുരർ പക്ഷേ ഇവരെല്ലാവരെയും ഈ ധൃതരാഷ്ട്രയെയും പാണ്ഡുവിനെയും പഠിപ്പിച്ച അതേ ബുദ്ധിയോടുകൂടി അതേ ത്യാഗമനോഭാവത്തോടു കൂടി ഇയാളെയും പഠിപ്പിച്ചു. ആര്? ഭീഷ്മരെ. പക്ഷേ വിതുരർ ധനുർവേദത്തേക്കാൾ കൂടുതൽ പഠിച്ചത് ധർമ്മവേദമാണ്. ധർമ്മവിദ്യയിലാണ് വിതുരർക്ക് എന്നും താല്പര്യം. അതിൽ മഹാപണ്ഡിതനായി ഇരിക്കുകയാണ്. ഇയാളെയും വിവാഹം കഴിപ്പിച്ചു. ഇയാളെയും അവിടെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചിരുന്നത്. ധൃതരാഷ്ട്രൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഡിസ്കഷന് വേണ്ടി ധാർമ്മിക കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി അനിയനെ വിളിച്ചു വരുത്തും. ആരാ? വിതുരന. എന്നിട്ട് വിതുരൻ്റെ അടുത്ത് നിന്ന് എന്താണ് ധർമ്മം എന്നുള്ള കാര്യം ഓരോ സന്ദർഭത്തിലും ചോദിച്ചുകൊണ്ടിരിക്കും. വിതുരർ പറഞ്ഞുകൊണ്ടിരിക്കും, ഇയാൾ കേട്ടുകൊണ്ടിരിക്കും. ആ കേട്ടതിന് ശേഷം അധർമ്മം ചെയ്യുകയും ചെയ്യും. ഇത് ഇയാളുടെ ഒരു ശീലമായി. വിതുരനെ വിളിച്ചു വരുത്തും, എന്താണ് ധർമ്മം എന്ന് ചോദിക്കും. വിതുരൻ അത് പറയും. പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ സംഗതി ഇതാണെന്ന് പറയും. എന്നിട്ട് അധർമ്മം ചെയ്യും. അത് തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ദുര്യോധനൻ ജനിച്ച സമയത്ത് ഇയാൾ ജനസമയം ഗണിച്ചുകൊണ്ട് പറഞ്ഞ് ഇവൻ ഇപ്പം തന്നെ കൊന്നു കളഞ്ഞില്ലെങ്കിൽ ഇവൻ ഈ വംശം മുഴുവൻ മുടിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പറഞ്ഞൊരു റീസണാണ് എഴുത്തച്ഛൻ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. മതികേടുള്ളവർ സുതരന്നാകിലും മതിമാന്മാരായോർ കളകന്നേ വരൂ എന്നതാണ് വൃത്തം. മതികേടുള്ളവർ സുതരന്നാകിലും മതിമാന്മാരായോർ കളകന്നേ വരൂ. ബുദ്ധി മോശം, ബുദ്ധിക്ക് ക്ഷയം സംഭവിച്ചു വരും. ബുദ്ധി മലിനമായവരും മക്കളാണെങ്കിലും ബുദ്ധിമാന്മാർ അവരെ ഉപേക്ഷിക്കണം, ഇല്ലെങ്കിൽ ആ രാജ്യവും വംശവും തകർന്നു പോകും. പക്ഷേ ഇത് കാരണം ഇയാൾക്ക് ഒട്ടും ഇഷ്ടമായില്ല. ഇത് കഴിഞ്ഞിട്ട് ഈ പിള്ളേരായിരിക്കുന്ന കാലത്ത് തന്നെ കർണനും ഇവരുടെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഭീമനെ കൊല്ലാനുള്ളൊരു ശ്രമം നടത്തി. അതിലാണ് ഭീമനെ കെട്ടി വിഷം കൊടുത്തത് ആഹാരത്തിൽ. ദുര്യോധനൻ വാരി കൊടുക്കുകയാണ് ചെയ്തത് വിഷം കലർത്തിയിട്ട്. എന്നിട്ട് കെട്ടിയിട്ട് വെള്ളത്തിലിട്ട് ഭീമൻ അവിടെയും നിന്നും രക്ഷപ്പെട്ടു വന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴേക്കും ധൃതരാഷ്ട്രത്ത് ചെന്നിട്ട് പറഞ്ഞ് ഈ വൃത്തികേടാണ് ഇവൻ കാണിക്കുന്നത്. അച്ഛനില്ലാത്ത കുട്ടികളാണ്, അവരോട് കാണിക്കേണ്ട മര്യാദ മഹാരാജാവെ അങ്ങ് കാണിക്കുന്നില്ല, അത് തെറ്റാണ് എന്ന് പറഞ്ഞു. കേട്ടില്ല. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അരക്കില്ലത്തിലേക്ക് പാണ്ഡവരെ വിടുന്ന സമയത്ത് പാണ്ഡവർക്ക് അതിനെക്കുറിച്ച് വിവരം കൊടുക്കുകയും ഖനകൻ എന്ന പേരിൽ ഇയാളുടെ ഒരു ശിങ്കിടിയുണ്ട് വിതുരൻ്റെ. ആ ശിങ്കിടിയെ വെച്ചിട്ട് അരക്കില്ലത്തിൽ നിന്ന് ഒരു ഗുഹ നിർമ്മിച്ചിട്ട് രക്ഷപ്പെടാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തത് ഈ അരക്കില്ല പണിതുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ഇതിൻ്റെ ഉദ്ദേശം മനസ്സിലാക്കിയിട്ട് ഈ ഖനിക്കുന്നവൻ അവനെ കൊണ്ട് ഈ ടണലുണ്ടാക്കി ആ ടണൽ വഴി ഇവരെ രക്ഷപ്പെടുത്തിയതും വിതുരൻ തന്നെയാണ്. പാണ്ഡവർ അരക്കില്ലത്തിൽ കിടന്ന് ചത്തു എന്ന വിശ്വാസത്തിലായിരുന്നു ധൃതരാഷ്ട്രർ. പാണ്ഡവർ മരിച്ചിട്ടില്ല, അവർ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ധൃതരാഷ്ട്രരോട് പറയുകയും ഇനിയെങ്കിലും അങ്ങയുടെ ബുദ്ധി ശരിക്ക് നേരെ ചൊവ്വയാകണം, ഇത് ചെയ്തില്ലെങ്കിൽ വംശം മുടിഞ്ഞു പോകും, ആ മുടിവിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്ന് പറഞ്ഞത് വിതുരനാണ്.
ദ്രൗപദി സ്വയംവരത്തിന് ശേഷമാണ് അജ്ഞാതവാസം കഴിഞ്ഞ് ഇവർ പുറത്തു വരുന്നത്, പാണ്ഡവർ. അപ്പോൾ പാണ്ഡവരെ വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് വിഹിതമായത് കൊടുക്കണം എന്ന് ഉപദേശിച്ചതും വിതുരനാണ്. പാണ്ഡവരെ കാട്ടിലയച്ചപ്പോൾ വനവാസം വിധിച്ചല്ല, മറ്റേ ചൂതിൽ തോറ്റ് കഴിഞ്ഞ്. ചൂതിൽ തോറ്റ് പാണ്ഡവർക്ക് വനവാസം വിധിച്ചു കഴിഞ്ഞപ്പോഴേക്കും ലോകങ്ങൾ അപവാദത്തിൽ രാജാവ് മുങ്ങി. അപ്പോൾ ഇയാളെ വിളിച്ചുകൊണ്ട് ചോദിച്ച്, അനിയ എന്താണ് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് അവർക്ക് രാജ്യം തിരിച്ചു കൊടുക്കുന്നതാണ് ഏക മാർഗം, വേറൊരു മാർഗ്ഗമില്ല എന്ന് പറഞ്ഞപ്പോൾ വിതുരനെ പുറത്താക്കി. രാജ്യം തിരിച്ചു നൽകണം എന്നുള്ള കാര്യമൊന്നും അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി പുറത്താക്കി. അപ്പോൾ ഇയാൾ ആർഗ്യൂ ചെയ്തു, തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട്, നീ ഈ പോക്ക് പോകണമെങ്കിൽ നീയും നശിക്കും, നിൻ്റെ വംശവും നശിക്കുമെന്ന് പറയുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, എന്നാൽ പിന്നെ നീ ഇവിടെ നിന്ന് വിട്ടു പോകാൻ പറയുന്നു. വിതുരൻ പോയിക്കളയും, ചേട്ടനോട് പിണങ്ങി. വിതുരനില്ലാതെ ഇയാൾക്ക് ഒരു വല്ലാത്ത ക്യാരക്ടറാണ്. കാരണം ധർമ്മത്തെക്കുറിച്ച് പറയാൻ ഏറ്റവും അർഹനായ ഒരു വ്യക്തിയിൽ നിന്ന് ധർമ്മം എന്താണെന്നുള്ള ഉപദേശം സ്ഥിരമായി കേൾക്കുകയും ധർമ്മത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചു വിളിച്ച് ഇയാൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഒറ്റ ചോദ്യമാണ്, ഞാനിനി അങ്ങനെ പോകാൻ പറഞ്ഞാൽ നീ ഉടനെ പോകുമല്ലേ എന്ന്. കാരണം ആ ചേട്ടനും അനിയനും തമ്മിലുള്ള ഒരു ഗാഠബന്ധം നമുക്ക് അവിടെ കാണാൻ കഴിയും. കൃഷ്ണൻ ദൂതിന് വന്നപ്പോൾ താമസിച്ചത് വിതുരൻ്റെ വീട്ടിലാണ്. അപ്പോൾ വിതുരൻ്റെ ഒരു അവസ്ഥ അറിയാം. വിതുരൻ 2 കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്ത് എല്ലാവരും നിശബ്ദരായിരിക്കുമ്പോൾ, അത് ഭീഷ്മർ, ദ്രോണർ, കൃപർ, കൃതവർമാവ്, അന്നത്തെ നിൽക്കുന്ന എല്ലാവരും നിശബ്ദരായിരിക്കുമ്പോൾ ഈ അധർമ്മം കുരുവംശത്തിൻ്റെ സർവനാശത്തിലെത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മിന്നൽ പിണർ പോലെ ആ സഭ വിട്ടിറങ്ങിപ്പോയത് വിതുരനാണ്. അത് കഴിഞ്ഞതിന് ശേഷം യുദ്ധം അനിവാര്യമായി കഴിഞ്ഞപ്പോഴേക്കും വിതുരൻ തീർത്ഥാടനത്തിന് പോവുകയാണ് ചെയ്തത്. എനിക്ക് ഈ വംശം നശിച്ചു പോകുന്നത് കാണാൻ എനിക്കാകില്ല എന്നും പറഞ്ഞ് തീർത്ഥാടനത്തിന് പോവുകയാണ്. തീർത്ഥാടനം കഴിഞ്ഞ് വരുന്നത് യുദ്ധം അവസാനിച്ചു, എല്ലാം നശിച്ചു എന്നറിഞ്ഞു കഴിയുമ്പോഴാണ് വരുന്നത്. മറ്റൊരാൾ കൂടി ഈ സന്ദർഭത്തിൽ തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്. അത് ശ്രീകൃഷ്ണൻ്റെ ചേട്ടനായ ബലരാമനാണ്. ബലരാമൻ അങ്ങനെ പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഗദായുദ്ധം ഭീമനെയും ദുര്യോധനെയും പഠിപ്പിച്ചത് ബലരാമനാണ്. അപ്പോൾ തൻ്റെ 2 ശിഷ്യന്മാർ യുദ്ധം ചെയ്ത് അതിലൊരുത്തൻ നശിക്കുന്നത് കാണാൻ ബലരാമന് സാധ്യമായിരുന്നില്ല. എന്നിട്ടും ഗദായുദ്ധം നടക്കുന്ന അന്ന് ബലരാമൻ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ തുടക്ക് അടിച്ച് വീഴ്ത്തി കണ്ടപ്പോഴേക്കും പെട്ടെന്ന് പുള്ളി റേസ് ചെയ്ത് ഇങ്ങനെ ചാടാൻ വേണ്ടി പോയ സമയത്ത് കൃഷ്ണൻ തടയുകയാണ് ചെയ്തത്, വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വിതുരരെ യുദ്ധം തീർന്നതിന് ശേഷമാണ് വിതുരരും പറഞ്ഞത്. അദ്ദേഹം യുദ്ധം തീർന്നതിന് ശേഷം വരുമ്പോൾ എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു അല്ല, അപ്പോഴും ധൃതരാഷ്ട്രരുടെ അടുത്ത് ചെന്നിട്ട് ധൃതരാഷ്ട്രരെ ഉപദേശിക്കുന്നുണ്ട്. അപ്പോഴും ഉപദേശത്തിന് ഒരു കുറവുമില്ല. അതല്ലേ, ഉപദേശം കൊണ്ട് ഒരു മനുഷ്യന് നന്നാകില്ല എന്നുള്ളതിന് എന്താണ് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ധർമ്മോപദേശം സ്വീകരിച്ചിട്ടുള്ള ഒരാൾ വിതുരനാണ്. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് പാണ്ഡവന്മാരെ കാണാൻ പോകുന്നതും വിതുരൻ തന്നെയാണ്. ചേട്ടൻ ഇറക്കി വിട്ടപ്പോഴാണ് പോയിട്ട് കാമ്യക വനത്തിൽ പോയി പാണ്ഡവന്മാരെ കാണുന്നതും വിതുരനാണ്. ഇത് കഴിഞ്ഞ് 12 കൊല്ലം കഴിഞ്ഞ് യുദ്ധം കഴിഞ്ഞതിന് ശേഷം അപമാനം സഹിക്കാവുന്നതിൻ്റെ പരമാവധി അപമാനം ധൃതരാഷ്ട്രർ സഹിച്ചു. അത് ഭീമനായിരുന്ന എല്ലാ ദിവസവും ഭീമൻ്റെ ഒരു നിത്യകർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയിട്ട് കുറേ കാലം ആയാലും ഇരുന്ന് തിന്നാൻ തുടങ്ങിയിട്ട് എന്നൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള വളരെ മോശമായ ഭാഷയിൽ ധൃതരാഷ്ട്രരെ ഇൻസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കഴിഞ്ഞ് ഇവർ കാട് കയറാൻ തീരുമാനിക്കുകയാണ്. കാട് കയറുക വെച്ചാൽ മനസ്സിലായില്ലേ? കാരണം വാനപ്രസ്ഥം. ആ വാനപ്രസ്ഥം എന്ന് വെച്ചാൽ മരിക്കാൻ വേണ്ടി പോവുകയാണ്, പിന്നെ ഇനി ഇല്ല.
അപ്പോൾ അങ്ങനെ ധൃതരാഷ്ട്രർ പറഞ്ഞ് ഇങ്ങനെ മരണം ഇനിയിപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് വാനപ്രസ്ഥമാണ്, എനിക്ക് കാട് കയറണം എന്ന് പറഞ്ഞപ്പോഴേക്കും ധർമ്മപുത്രർ അലമുറയിട്ട് കരഞ്ഞു. അങ്ങനെ പോകരുത്, അങ്ങില്ലാതെ എനിക്ക് എന്താണെന്നൊക്കെയുള്ള സ്ഥിരം പല്ലവി, സ്ഥിരം ഡയലോഗൊക്കെ പറഞ്ഞു നോക്കി. ഇല്ല, ഇതെൻ്റെ തീരുമാനമാണ്, ഞാൻ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവർക്കും ദാനധർമാദികളൊക്കെ ചെയ്ത് കാട്ടിലേക്ക് പോകാൻ വേണ്ടി പോയ സമയത്ത്, ഇവരിറങ്ങാൻ നിൽക്കുന്ന സമയത്ത് കുന്തി പറയും, ഞാനും വാനപ്രസ്ഥത്തിലേക്ക് പോവുകയാണെന്ന് പറയും. അത് ശരിക്ക് ധർമ്മപുത്രരെ ഒലച്ചു കളഞ്ഞു. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അമ്മ ജീവിതത്തിൽ സുഖം എന്തെന്ന് അറിഞ്ഞിട്ടില്ല, കാട്ടിലും മേട്ടിലും പുണ്ട് നടന്നത്, ഞങ്ങളെ ഇങ്ങനെ ആക്കിയെടുത്തത്, ഞങ്ങളോട് ഒരുമിച്ച് നിന്നത്, എല്ലാ ദുരന്തങ്ങളിലും നിന്നിട്ടുള്ള അമ്മ ഇപ്പോൾ ഈ സൗഭാഗ്യം വന്ന സമയത്ത് അമ്മ പോകുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത്, മക്കളുടെ സൗഭാഗ്യം അനുഭവിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ്. അപ്പോൾ അവർ പോകുന്നൊരു രംഗമുണ്ട്. കണ്ണ് കാണാവുന്ന ഒരാളാരാണ്? കുന്തിയാണ്. കുന്തി മുന്നിൽ, കുന്തിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഗാന്ധാരി കണ്ണ് കെട്ടി, ഗാന്ധാരിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ, ധൃതരാഷ്ട്രരുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഒരാൾ കൂടിയുണ്ട്, അത് വിതുരനായിരുന്നു. അപ്പോൾ വിതുരൻ പോയി കഴിഞ്ഞിട്ട് ഈ വിതുരൻ എങ്ങനെയാണ് ഇത് നിൽക്കുന്നത്? വിതുരൻ അവിടെ പോയിട്ട് കൊടും തപസ്സിലേക്ക് പോവുകയാണ്. ദിഗംബരനായി, വസ്ത്രം ഒക്കെ ഉപേക്ഷിച്ച്, ശരീരം മുഴുവൻ ചേറും ചെളിയും ഒക്കെ നിറഞ്ഞ്, ഒരു കൊച്ചു മരക്കഷ്ണമെടുത്ത് ഇങ്ങനെ പല്ല് ഇത് ലോക്കഡായി പോകാതിരിക്കാൻ വേണ്ടി ആ മരക്കഷ്ണം ഇത് കടിച്ചു പിടിച്ചുകൊണ്ട് ഇയാളിങ്ങനെ കാട്ടിൽ നിൽക്കുന്ന ഒരു രംഗം, കാട്ടിൽ കൂടി മിന്നൽ പോലെ പാഞ്ഞു പോകുന്നത് ഈ ധർമ്മപുത്രർ കാണുന്നുണ്ട്. ധർമ്മപുത്രർക്ക്, കാരണം ധർമ്മപുത്രർക്കാണ് ഇയാളോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളത്. അപ്പോൾ പറയും, വിതുര നിൽക്കൂ, ഞാൻ നിൻ്റെ സ്നേഹിതൻ ധർമ്മപുത്രർ. വിതുരൻ കേട്ട ഭാവം നടിച്ചില്ല, അഥവാ അത് കേട്ടു എന്ന് തന്നെ അറിയില്ല. വിതുരർ മുന്നിലേക്ക് പോയി. ഒടുവിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാന നിമഗ്നനായിരുന്നു കൊണ്ട് സ്വന്തം ശ്വാസത്തെ സമാഹരിച്ച്, എല്ലാ ഇന്ദ്രിയങ്ങളെയും സമാഹരിച്ചുകൊണ്ട് സമാഹിത ചിത്തനായിരുന്ന് കാലത്തിൽ ലയിക്കുകയാണ്. ആ കാലത്തിൽ ലയിക്കുമ്പോൾ തന്നിലുള്ള ധർമ്മ വീര്യം മുഴുവനും അദ്ദേഹം ധർമ്മപുത്രർക്ക് നൽകുകയും ചെയ്തു. ഇതാണ് വിതുരൻ. മഹാഭാരതത്തിൽ എന്നും ധർമ്മത്തിന് വേണ്ടി നിൽക്കുകയും ആ ധർമ്മത്തിന് വേണ്ടി അതിൻ്റെ വില കൊടുക്കുകയും ചെയ്ത ഒരാളാണ്